എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. അപ്പോൾ ക്രിസ്മസ് ആവാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2 ക്രിസ്മസ് റീത്താണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുത്ത് അതിനെ 2ആയി മുറിച്ച് ഇതേപോലെ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ വരകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരൊറ്റ A4 സൈസ് ഫോം ഷീറ്റ് കൊണ്ടാണ് നമ്മൾ 2 എണ്ണം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ചാനലിൽ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെല്ലോ ടാപ്പാണ്. സെല്ലോ ടാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഫിറ്റായിട്ട് ഒട്ടത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പശയൊക്കെ എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ പരസ്പരം ചേർത്ത് നല്ല രീതിയിൽ ഒട്ടിക്കണേ, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ ഇതേപോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഡിസംബറിനോടനുബന്ധിച്ച് നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും അങ്ങനെ ഓർണമെൻറ്റ്സ് ഡെക്കറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാനലിലുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിലൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻ ആവാം അല്ലേ കൂട്ടുകാരെ. അപ്പോൾ ആദ്യത്തെ റീത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഫോം ഷീറ്റും അതോടൊപ്പം തന്നെ മെറൂണും ഗോൾഡനും കളറുകൾ വരുന്ന സ്റ്റോൺ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് കൂട്ടുകാർക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ മുത്തുള്ളവരാണെങ്കിൽ മുത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തത് ഞാൻ മുത്തും ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിബണിൻ്റെ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ വെച്ചും ഇതേപോലെയുള്ള റീത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ഓഫ് റീത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലുള്ള റീത്തുകൾ ഇനിയും ഉണ്ടാക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാനപ്പോൾ വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ നടുവിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റീത്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തേതിൽ റിബണും അതുപോലെ തന്നെ മുത്തുകളും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മെരി ക്രിസ്മസിൻ്റെ ഹാപ്പി ക്രിസ്മസിൻ്റെ ഒക്കെ ടാഗുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് സംഭവം സൂപ്പറാവും കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇനി നമുക്കിത് ക്രിസ്മസ് ട്രീയിലോ അതല്ലാതെ നമ്മുടെ റൂമിൻ്റെ വാളിലോ ഒക്കെ ആയിട്ട് നമുക്കിത് തൂക്കിയിടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.